ആരാണ് ഈ മാഹിൻ മൂവാറ്റുപുഴ? സാധാരണക്കാരൻ ഒരു വണ്ടി ഓടിച്ചോണ്ട് ജീവിക്കുന്നു. എന്ത് വണ്ടി? ഈ പാട്ട് പാടുന്നത് എന്താണ് അർത്ഥം വെച്ചിട്ടാ പാടുന്നത്? പാട്ടറിയോ? പാട്ട് പാടണമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ കാലം പോലെ പാടുമായിരുന്നു. അഭിലാഷിനൊക്കെ അറിയാം, ഒരുപാട് വേദികളിൽ പാടി തനിക്ക് ഈ തിയേറ്ററിൽ വന്നിട്ട് പാട്ട് പാടാൻ പാടില്ല. എവിടെ വേണമെങ്കിലും പാടാം, പാടുന്നതിന് കുഴപ്പമില്ലല്ലോ. കാശ് കിട്ടിയാൽ ഞാൻ പാടും. കാശ് കിട്ടിയെന്നല്ല, മറ്റേ തിയേറ്ററിൽ വന്ന് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ അറിയും, അത് കണ്ട് ഇനി താങ്കൾക്ക് പൈസ കിട്ടും. പെട്ടെന്ന് കിട്ടൂല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പറയണ ഞാൻ ഒരു എന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-50ഓളം സ്റ്റേജോളം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പറഞ്ഞേക്ക പ്രൊഫഷണലായിട്ട് എല്ലാ പ്രോഗ്രാമിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ അനിൽ ജോസ് പെരേര സാർ ഒരു അനിൽ ജോസ് പെരേര അതായിക്കോട്ടെ, അനിൽ ജോസ് പെരേര സാർ എനിക്ക് വേണ്ടി ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാൻ ഒരു അവസരം പറഞ്ഞിട്ടുണ്ട്. നടക്കത്തില്ല, അതിനു വേണ്ടി ഒരു വേദി എന്ന് പറഞ്ഞു റിവ്യൂല് വന്ന് ആ സിനിമനെ പറ്റി നല്ല രീതിയിൽ പാട്ട് പാടിയ അനിൽ ജോസ് സാറിന്റെ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ പാട്ട് ഇദ്ദേഹത്തിനോട് കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ അനിൽ ജോസ് അതായത് കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞൊരു ഇതില് കേട്ടോ. എങ്ങനെ അങ്ങനെ അത് എന്ന പടമല്ലേ, പുതിയ പടം. ആ സിനിമയില് പാട്ട് പഠിപ്പിച്ചു. കൊഞ്ഞനം കുത്തി കാണിക്കല് പിള്ളേര്, കൊഞ്ഞനം ചോദിക്കാനുണ്ടോ? അത് പുതിയ പടമാണോ? വാതിൽ തുറക്കടി. വാതിലടക്കടി അമ്മൂമ്മ പാട്ട്. ആ ശരി, അല്ലല്ല തീർന്നില്ല, പാടെ. വാതിലടക്കടി. ഞാൻ പാട്ടെ അടിക്കടി. ആ വാതിലടക്കടി. ഞാൻ പാട്ട് ഓക്കെ പാടിയിട്ട് തരാം. വാതിലടക്കടി. ഓ ശരി, ഓ ശരി. ചില കുടുംബത്തിൽ നടക്കുന്ന ഒന്നാണേ, അന്നും ഇന്ന് മാറ്റിടുന്ന അന്നും പെണ്ണാണേ. കല്യാണം കഴിഞ്ഞാല് മരുമോള് വന്നാല് ആകെ മൊത്തം സീനാണല്ലോ. ജീവിതം പൊല്ലാപ്പാണേ, എല്ലാത്തിനും നടുവിൽ ഒരു പേരക്കുട്ടി പെട്ടുപോകുമല്ലോ. പേരക്കുട്ടിയുടെ പേരോ അലിയോ എന്ന് ആണല്ലോ. അമ്മയുടെ അമ്മുമ്മയുടെയും അമ്മയുടെ അമ്മുമ്മയുടെയും അമ്മയുടെ അമ്മയുടെയും കുറ്റങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നോ. വാതില് തുറക്കണേ, വാതില് തുറക്കണേ, വാതില് തുറക്കടി, വാതില് തുറക്കടി, വാതില് അടക്കടി അഗ്നീസ. വാതില് തുറക്കടി, വാതില് തുറക്കടി അമ്മുമ്മ. നമ്മുടെ അഗ്നീസ, നമ്മുടെ അഗ്നീസ. അയ്യോയോ അഗ്നീസ. തകില് പുകില് തകില് പുകില് മേളം. കുടുംബകലകമാണ് ഈ ജീവിതം. എങ്ങാണ്ടൊക്കെ പോയാലും എന്താണ്ടൊക്കെ കണ്ട നല്ലോണം പോൽ വന്നാലും സന്തോഷമല്ലേ. ഇളക്കുഞ്ഞായി നാം ഇന്ന് മണ്ണിൽ തന്നെ വീണോളം. പട്ടം കെട്ടി പട്ടങ്ങൾ പോലെ ഈ ജീവിതത്തിൽ അറ്റം കെട്ടാൻ നെട്ടോട്ടം പോലെ. ഓ പാട്ടാണോ പാടിയത്? തീർന്നില്ല. ഇവളാണ് നമ്മുടെ അമ്മമ്മ, ഒരു ജീവിതം എന്നാൽ ഇവർക്ക് ഒരു പമ്പരം പോലെ. ഗൾഫിലേക്ക് വിളിക്കും അതിപ്പോൾ തന്നെ കുടുംബം കലഹം. ഡൈവോഴ്സ് വരെ എത്തുന്നിത് അമ്മതാനേ. നമ്മുടെ അമ്മമ്മ അമ്മമ്മ. വാതില് തുറക്കടി, ജനാല അടക്കടി, ഇടക്കുച്ചി അമ്മമ്മ. ഒരു കാര്യം, ഈ അമ്മൂമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഊടുവട ഒച്ചെടുത്ത്. നിഷ, ഒരു അമ്മൂമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടേ എന്നെ ഊടുവട ഒച്ചെടുത്ത്. അപ്പൊ അതിനെ കുറിച്ചൊരു മാപ്പ് കേട്ടോ. അതായത് ഞാനൊരു ദിവസം കടമന്ത്ര ബാറില്ലേ, കടമന്ത്ര ബാർ, ആദർശ കടമന്ത്ര ബാറിന്റെ അതിലൂടെ ഞാനിങ്ങനെ നടന്നു പോകാറുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ കാലിൽ നിന്നിങ്ങനെ തട്ടിപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളം അടിച്ചിങ്ങനെ ഇതായിട്ട് കിടക്കുക. അല്ല ഇത് പറഞ്ഞ അത് കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കമത്തിട്ട് നോക്കിയത് ആരാന്നറിയാൻ നോക്കിയപ്പോ അനിൽ ജോസ് പെരേര. അപ്പൊ അത് ഞാൻ ഞെട്ടി പറിച്ചു. അപ്പൊ ഞാൻ അന്നേരം ഇരുട്ടത്താ കണ്ടോണ്ടാണ് ഞാൻ അനിൽ ജോസ് എന്ന് പറഞ്ഞത്. അപ്പൊ അനിൽ ജോസ് അല്ലായിരുന്നു, വേറെ ഏതോ ഒരു ചൈനക്കാരനായിരുന്നു. അപ്പൊ അത് അമ്മൂമ്മ വിളിച്ച് എന്നെ ഒച്ചയെടുത്തു. അപ്പൊ പെരേര ഒച്ചയെടുത്തു. ഞാൻ എപ്പോഴാണ് വെള്ളം അടിക്കണേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ റിയയുടെ പ്രശ്നം വന്നില്ലേ,
അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്ന വെള്ളടിച്ച് ബാറിൽ കിടന്നാണെന്നാണ് അപ്പൊ ക്ഷമ ചോദിച്ചിരിക്കുന്നു. അപ്പൊ അമ്മൂമ്മയ്ക്ക് വേണ്ടി പാടി പാട്ട്, അമ്മൂമ്മയ്ക്കല്ലോ വീട്ടുകാർക്ക് വേണ്ടി പാടി. അല്ല ഞാൻ ചോദിക്കട്ടെ സാറ് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതിലേക്ക് വരുമ്പോ എനിക്കൊരു ഇത് വേണം. എല്ലാ വെള്ളിയാഴ്ചയും പല പല ചിത്രങ്ങൾ ഇറങ്ങുന്നു. ഇടിയിറങ്ങി ബമ്പർ ഹിറ്റ്, മാർക്കോ ഇറങ്ങി ഈ സൂപ്പർ ഹിറ്റ്. ഇനിയും വരാൻ പോകുന്ന പൂരം ലാലേട്ടന്റെ തൃശ്ശൂർ പൂരമാടാ. ക്രിസ്മസ് എന്നാൽ നമുക്ക് ആഘോഷമേടാ. ജാതി മതമില്ലാർക്കുമുള്ള ആഘോഷമേടാ. ഇനി ബാറോസ് എന്നാളുകൾ വരാൻ പോകുന്നു. ഇനി 2 ദിനങ്ങൾ കഴിഞ്ഞാൽ ബാറോസ് കേരളത്തിലെമ്പാടും റിലീസാണടാ. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാടാ നമ്മുടെ ലാലേട്ടണ്ടാ. ചങ്കല്ല ചങ്കിടിപ്പാണേ ഞങ്ങളുടെ ചങ്കിലുള്ള തീപ്പരിയാണേ. അറിവിഞ്ഞെട്ടി പട്ടം കെട്ടി കൊമ്പ തന്നെ ഇട്ടിമണി ആറാട്ട് വരെ സൂപ്പർ ഹിറ്റാക്കിയ ലാലേട്ടനടാ. ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻടാ. സാഗർ ഇലിയാസ് ജാക്കിയാണേലും സൂപ്പർ ആടാ. നമ്മുടെ നരസിംഹമാണേലും നരനാണേലും നടരാജാവാണേലും അലിബായി ആണേലും എനിക്കിഷ്ടം. ഇനി വരാൻ പോകുന്ന ബാറോസ് ആണേലും റിവ്യൂ പറഞ്ഞ് സൂപ്പർ ഹിറ്റാക്കും. പടം പോരേലും റിവ്യൂവിൽ സൂപ്പർ ഹിറ്റാ. ബാറോസ് എന്റെ റിവ്യൂ കൊണ്ട് സൂപ്പർ ഹിറ്റാ. ലാലേട്ട ആന്റണി പെരുമാവൂരേട്ടാ സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇനിയും ചെയ്യണം. ബാറോസ് 25 മുതൽ തിയേറ്ററിൽ ഉണ്ട്. മൈ ഷോയിലൂടെ ടിക്കറ്റ് എടുക്കൂ. ഓക്കെ അപ്പൊ മായനെ കളിയാക്കില്ല, മായനെ കളിയാക്കാറായില്ല. മായ നല്ലൊരു കലാകാരനാണ് അല്ലെ. അപ്പൊ 2 വരി പാട്ട് പാടണം മായനിട്ട്, 2 വരി കേട്ടോ. മെല്ലെ 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 താങ്കൾ പാട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. താങ്കൾക്ക് ധൈര്യമുണ്ടോ താങ്കൾ ഈ യൂട്യൂബിൽ പാടുന്ന പാട്ട് തിയേറ്ററിന് മുന്നിൽ പാടാൻ? അവൻ വരില്ലടാ. കാരണം വെച്ചാൽ അവൻ ഒരിക്കലും വരില്ല. അവന് അവന് ആവശ്യമില്ല അല്ല മായനെ. അതുകൊണ്ട് അവൻ വരാം. തലേ അവൻ വണ്ടേ വരില്ലേ? അവൻ വരില്ല. കാരണം അവന് നിർബന്ധിച്ചിട്ടുണ്ട്, ടിക്കറ്റ് വരെ കൊടുക്കാന്ന് പറയാൻ. അവൻ വരില്ല. അപ്പൊ യൂട്യൂബിൽ ഇട്ട് പാടില്ലേ ഓപ്പറേറ്റ് മെല്ലെ മെല്ലെ 2 വരി പാടിയ അവിടെ കേട്ടോ. പാട്, പെട്ടെന്ന് പാട്. അല്ല ഞാൻ പാടാം. എന്നാ പാട്. അപ്പൊ മുഖപടം നെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാ കുടങ്ങലാരോ. ഓക്കെ റെഡി. ഓക്കെ